കാളനിലേക്ക് കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത് ചേനയും കായയുമാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെക്കാം. കഷ്ണങ്ങൾ നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. നാളികേരം, കുറച്ച് ജീരകം, എരിവിന് ആവശ്യത്തിന് ഒരു പച്ചമുളക്, 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് നല്ല വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. നന്നായി വെന്ത് വറ്റി വന്ന കഷ്ണത്തിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വറ്റി ഇതുപോലെ കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി കുറുകി വന്നു കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് കാളനിലേക്ക് വറുത്തിടാം. വറുത്തിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കറി അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ സദ്യ കാളൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു വിഭവമായിട്ട് നമുക്ക് പിന്നെ കാണാം.